ശ്രീ സതീഷ് വസന്ത്, ഇത്രമാത്രം ദുരനുഭവം സമ്മാനിച്ചുകൊണ്ടുള്ളൊരു മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ചതിന് എന്തെങ്കിലും തരത്തിലുള്ള ന്യായീകരണമുണ്ടോ? ധോണി ഇപ്പം വിജി തമ്പി സാറും BJP വക്താവൊക്കെ പറയുന്നതായിട്ടു ഇതൊരു ദുരിതം. ഞാൻ ഒരു കാര്യം പറയട്ടെ, മണ്ഡലകാലം തുടങ്ങിയതേ ഉള്ളൂ. ഇന്നലെ വൃശ്ചികം 1 ഇന്ന് 2ാമത്തെ ദിവസം. അത് ഉച്ചയ്ക്കോടുകൂടിയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കാണിക്കുന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇതൊക്കെ നേരായ ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. നിങ്ങൾ വൈകുന്നേരത്തെ ഒരു വിഷയമാണ് കാണിക്കുന്നത് അല്ലല്ലോ. രാവിലെ ഒരു പ്രശ്നം ഉണ്ടായത് കാര്യം എന്ന് വെച്ചാൽ നേരത്തെ അനിയന്ത്രണ ബഹുമാനപ്പെട്ട സാർ പറഞ്ഞല്ലേ, ഒരു ജനക്കൂട്ടം വന്നിട്ട് കാര്യം സ്പോട്ട് ബുക്കിങ്ങിൽ അതൊരു പാളിച്ച വന്നിട്ടുണ്ട്. കാര്യം നേരത്തെ ഇപ്പം പമ്പയിലാണ് സ്പോട്ട് ബുക്കിംഗ് നടക്കുന്നത്. ഇപ്പോൾ അത് 6 കൗണ്ടറുകൾ ഇപ്പോൾ നിലമേൽ അവിടെ മാറ്റിയിട്ടുണ്ട്. നോക്കൂ, അത് കുറേ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഈ ആദ്യത്തെ ഒരു ദിവസം 1-2 ദിവസം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു ഇതൊക്കെയാണ് ശബരിമല എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് ശരിയായ നടപടിയല്ല. ഇത് CPM-കാരാണോ ചെയ്യുന്നത്? നിങ്ങൾ ഇപ്പം പറയുന്നതല്ല, വിജി തമ്പി സാറൊക്കെ പറയുന്നത് കേട്ടോ, അതെല്ലാം CPM-കാരാണ് ഇതെല്ലാം ഇങ്ങനെ മുടക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല. ഡിവോട്ടീസ് കൂടിയിട്ടുണ്ട്. പണ്ടെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഡിവോട്ടീസിന് വരാനും പോകാനുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമല്ല. എല്ലാവർക്കും കാറുകളായി, ബസ്സുകളായി, വാഹന സൗകര്യങ്ങൾ. അപ്പോൾ എല്ലാവരും കുടുംബസമേതം അവർ കുട്ടികളെ കൊണ്ട് വരെയാണ്. ആ ഒരു സൗകര്യം അവിടെ വന്നിട്ടില്ല. പിന്നെ ചില പ്രശ്നങ്ങളില്ലാന്നില്ല. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് എന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞിട്ട് ഇതിൽ ചെറിയ പാളിച്ചകളുണ്ട്. ആ പാളിച്ചകൾ 1-2 ദിവസത്തിനകത്ത് നികത്തുമെന്ന്. അപ്പോൾ ആ നികത്താൽ ആ ഒരു ക്രൗഡ് കൂടുതലായിട്ട് നോക്കൂ. അതിൻ്റെ അകത്ത് ആ വിഷയം നിങ്ങൾ അകത്തോട്ട് നാക്കുന്നുണ്ടല്ലോ. ആ ഫ്ലൈ ഓവറിൽ ആളുകൾ കുറവാണല്ലോ. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ശബരിമല 18-ാം പടി 1 മിനിറ്റിൽ ഒരു 80 അല്ലെങ്കിൽ 70 പേര് അത് കടന്നു പോയിരിക്കണം. ആ പിടിച്ചു കയറേണ്ട അവിടെ പോലീസുകാരെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു പാളിച്ച വന്നിട്ടുണ്ട്. ഇപ്പം വന്നിട്ടുള്ളതെന്ന് പറയുന്നത് 30-40 പേര് മാത്രമേ ആ 18-ാം പടി കയറാൻ വന്നിട്ടുള്ളൂ. അതൊരു പാളിച്ചയാണ്, ഇല്ലയെന്നൊന്നുമില്ല. അപ്പോൾ ആ പാളിച്ചകൾ നമുക്ക് ഇവിടെയാണ് വന്നിട്ടുണ്ട്. ആ പാളിച്ചകൾ നിമിത്തിക്കൊണ്ട് ഇതിപ്പം നിങ്ങൾ നാളത്തെ നിങ്ങൾ നോക്കി നോക്കൂ. നാളെ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. നിങ്ങൾ ഇപ്പം അയ്യപ്പ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ നടപടിയിലേക്ക് നിങ്ങൾ പോലെ. ഇപ്പം നമ്മൾ ഗുരുവായൂരോ തിരുപ്പതിയിലോ പോകുമ്പോഴല്ല ശബരിമലയിൽ പോകുന്നത്. ശബരിമല എന്ന് പറഞ്ഞാൽ കാനന മേഖലയാണ്. അവിടെ പണ്ടും ബഹുമാനപ്പെട്ട വിജി തമ്പി സാറൊക്കെ കൊച്ചിലെ മൂലം അവിടെ പോകണമില്ലേ? ഇത്രയും സൗകര്യങ്ങളുണ്ടോ? അവിടെ ഒന്നും സൗകര്യങ്ങളില്ല. അവിടെ ചിലപ്പം പോണ വഴിക്ക് മഴ പെയ്യും, വിരി വയ്ക്കാനുള്ള സ്ഥലം കാണില്ല. കൊച്ചിലേക്ക് ഞാൻ എരുമേലി വഴി പോയിട്ടുണ്ട്. വളരെ ദുർഘടമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അയ്യപ്പ ക്ഷേത്രം. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്നല്ല. അപ്പം അതൊക്കെ വലിയ ഒരു എക്സാജറേറ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. ശ്രീ സതീഷ് വസന്ത്, 1-2 കാര്യങ്ങൾ കൂടി. താങ്കൾ ഇതിലെ പാളിച്ചകൾ എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങേയറ്റം ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. അല്ല, ഒരു നിമിഷം ചോദിക്കട്ടെ. ഈ പ്രശ്നം ഇന്നലെ രാത്രി മുതൽ തുടങ്ങുകയായിരുന്നു. അതിനനുസരിച്ചാണ് ഇത്രയധികം തിരക്ക് ഇന്ന് പകലോടുകൂടി ഉണ്ടായത് എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞു കുറച്ച് മണിക്കൂറുകൾ മാത്രമല്ലേ ആ ഒരു തിരക്കുണ്ടായത്. അല്ല, 15-16 മണിക്കൂർ ആ തിരക്ക് അങ്ങനെ തന്നെ നിന്നു. ഒരു വലിയ ഉന്തിലും തള്ളിലേക്കും ഒക്കെ പോകുന്ന അങ്ങേയറ്റം ഭയാനകമായ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എല്ലാവരും പ്രാർത്ഥനയോടെയാണ് നിന്നത്, ഒന്നും സംഭവിക്കരുതേ എന്നുള്ളത് കൊണ്ട്. പലരും ബാരിക്കേഡുകൾ ചാടിക്കടക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മൾ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള തിക്കിലും തിരക്കിലും പെട്ട് പല മരണങ്ങളും കണ്ട് നേർചിത്രമായി തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്ക് ആർക്കും മറക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത് മണ്ഡലകാലമാണെന്ന് അറിയില്ലായിരുന്നു. 70,000 പേർ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെയും 20,000-ലധികം പേർ, ഏകദേശം 25,000-ഓളം പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും അവിടെ വരും എന്നുള്ളത് പോലീസിന് അറിയില്ലായിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് ഈ 15-16 മണിക്കൂർ ഇങ്ങനെ ഒരു അപായകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്? അവിടെയുള്ള ആ പാളിച്ച, അതിന് യാതൊരു ന്യായീകരണവുമില്ല. വലിയ രീതിയിലുള്ള ഒരു കെടുകാര്യസ്ഥത തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. അല്ല, ഞാൻ ന്യായീകരിക്കാനല്ല വന്നത്.
ഇതെന്ന് വെച്ചാൽ അയ്യപ്പ ഭക്തന്മാർ ഈ മറ്റുള്ള ഈ ക്യൂവിൽ വഴിയല്ല കുറേ പേര് വന്നിട്ടുള്ളത്. അവരൊക്കെ എന്ന് പറയുന്നത് വേറെ സ്ഥലങ്ങളിൽ വഴി വന്നിട്ട് വന്ന് അത് പറഞ്ഞുതരാം. ഇപ്പൊ നേരത്തെ എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളിലേക്കാം പോലീസുകാരല്ല NDRF ആണ് അവിടെ വിന്യസിച്ചിരുന്നത്. പോലീസൊക്കെ എന്ന് പറയുന്നത് ശബരിമലയിലും 18-ാം പടിയിലും ബാക്കിയുള്ള ക്യൂവിലും ബാക്കിയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യാപിച്ചിരിക്കുന്നത് NDRF. കേന്ദ്രസേനയ്ക്ക് കത്തയച്ചത് 2 ദിവസം മുൻപ് മാത്രമാണ്. അതിനുള്ള തെളിവുകളുണ്ട്. വാർത്തയായി ബ്രേക്കിംഗ് ന്യൂസായി കൊടുത്തതാണ്. RAF-ന് കത്ത് കൊടുത്തത് വെറും 2 ദിവസം മുൻപ് മാത്രമാണ്. അല്ല നേരത്തെ ഞാൻ പറഞ്ഞിട്ട് തെറ്റായ ഒരു ഇതാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ കാണിക്കുക. അതുകൊണ്ടല്ല, അവിടെ ബീഹാറിൽ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ എല്ലാം അവിടെ ആയിരുന്നു. അതൊന്ന് റിലീസ് ചെയ്യണ്ടേ? അവിടെ നിന്ന് റിലീസ് ചെയ്താലേ ഇങ്ങോട്ട് വരാനുള്ള NDRF-നുള്ള കേന്ദ്ര സേനയ്ക്കുള്ള അനുമതി കിട്ടുള്ളൂ. തെറ്റായ നിങ്ങൾ ഇത് കാര്യങ്ങളെന്ന് പറയുന്നത് മണ്ഡലകാലമാണ് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് കൃത്യം 1 മാസം മുൻപ് ഇത്തരം കാര്യങ്ങൾ എഴുത്തു മുഖേന അറിയിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര സേനകൾക്ക് പലയിടങ്ങളിലും പോകേണ്ടി വരും. അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ അതനുസരിച്ച് വിന്യസിക്കാനുള്ള സംവിധാനമുണ്ട്. അതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. താങ്കളിലേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിൽക്കാന്നേ. ഇപ്പൊ ബഹുമാനപ്പെട്ട വിജയ് തമ്പി സാറും BJP-യുടെ വക്താവും ഒക്കെ പറയുന്നു അവിടെ കൊണ്ടുവന്ന അമ്പലങ്ങളിൽ കാണിക്ക ഇടുന്നതാണ് ഇതെല്ലാം അഹങ്കാരം എന്ന്. അങ്ങനെയാണോ? അവിടെയുള്ള കാണിക്ക ഇടുമ്പോൾ ആ പൈസ എടുത്താണോ ഗവൺമെൻറ് കൈകാര്യം ചെയ്യണമല്ലോ? ആ പൈസ എടുത്ത് അവിടുത്തെ ഹിന്ദുക്കൾക്ക് തന്നെ ദേവസ്വം ബോർഡിലെ ജീവനക്കാരെന്ന് വെച്ചാൽ ഹിന്ദുക്കളാണ്. അവിടെ അഹിന്ദുക്കളൊന്നുമില്ല. അപ്പം തെറ്റായ ഒരു ഇതിലോട്ട് പറയല്ലേ, ദയവ് ചെയ്ത് പറയല്ലേ. അവിടുത്തെ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയുന്നത് മൂകാംബിക ആയിരുന്നാലും സാറ് പോകണമായിരുന്നല്ലോ മൂകാംബിക ആയിരുന്നാലും ഗുരുവായൂരായിരുന്നാലും ഇപ്പം ലഡ്ഡു ഒക്കെ നമുക്ക് തരുന്നുണ്ട്. തിരുപ്പതിയിൽ തന്നെ എല്ലാ ലഡ്ഡുവും കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പേ ഇത് ചെയ്തിട്ടാണോ നമുക്ക് തരുന്നത്? അല്ലല്ലോ. അതൊരെന്ന് പറഞ്ഞാൽ അത് ഒരു ഭക്തിയാണ്, ആ ഒരു പ്രസാദമാണ്. ആ പ്രസാദമാണ് നമ്മൾ കഴിക്കുന്നത്. അതൊരൊക്കെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിനെ നശിപ്പിക്കല്ലേ. ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്.